തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തെ ഇടതു വലതു മുന്നണികൾ ഭയക്കുകയാണെന്ന് കോഴിക്കോട് മണ്ഡലത്തിലെ ഇന്ത്യയെ സ്ഥാനാർത്ഥി എം.ടി. രമേശ്. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ മുഖ്യമന്ത്രിയും കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമെല്ലാം ബി.ജെ.പിക്കെതിരെ തിരിയുന്നത് ഇതിനുദാഹരണമാണ്. ഇരു മുന്നണികൾക്കും ബി.ജെ.പിയുടെ ശക്തിയെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചും ബോധ്യമുണ്ടെന്നും എം.ടി. രമേശ് കൂട്ടിച്ചേർത്തു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് അടുക്കാറായതോടെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി ഓരോ മുന്നണി സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് കോഴിക്കോട് മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.ടി. രമേശാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു, അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. എന്തായാലും വലിയ ഒരു ആവേശത്തോടെ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസം ആവേശമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ കേരളത്തിൽ രണ്ട് മുന്നണികളും ബി.ജെ.പിക്കെതിരായിട്ട് അവരുടെ ആരോപണത്തിൻ്റെ കുന്തമുര തിരിച്ചു വെച്ച് തന്നെ ആ രണ്ട് മുന്നണികളും ബി.ജെ.പിയെ ഭയപ്പെടുന്നു, ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അർത്ഥം. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ബി.ജെ.പി ആക്രമിക്കാൻ രംഗത്ത് വരികയാണ്. ബി.ജെ.പിക്ക് കേരളത്തിൽ അത്ര വലിയ പ്രസക്തിയൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ മുഖ്യമന്ത്രി ബി.ജെ.പി ആക്രമിക്കുന്നത്? മുഖ്യമന്ത്രിയും കെ.പി.സി.സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമെല്ലാം നിരന്തരമായി ബി.ജെ.പി ആക്രമിക്കുന്നതിന് പിറകിൽ കേരളത്തിൽ ബി.ജെ.പിയുടെ സാധ്യത അവർക്ക് ബോധ്യമുള്ള എന്നുള്ളത് കൊണ്ടാണ് വലിയ ഒരു മുന്നേറ്റം നരേന്ദ്രമോദിക്ക് അനുകൂലമായി കേരളത്തിലുണ്ടാവുകയാണ്. അത് കോഴിക്കോടും പ്രകടമാണ്. ഇപ്രാവശ്യം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് മോഡിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. മോഡി ഗ്യാരണ്ടി അത് കേരളത്തിലെ ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഓരോ സ്വീകരണ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള ജനക്കൂട്ടം, അങ്ങനെ ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കിക്കൊണ്ട് ഒരു വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് എം.ടി. രമേശ് എൻ.ഡി.എയും എല്ലാം തന്നെ നടത്തി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കളടക്കം ഇറക്കി വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനം നടത്താൻ തന്നെയാണ് എൻ.ഡി.എ ക്യാമ്പിൻ്റെ തീരുമാനം.